കേൾക്കുന്ന ഒരു കാര്യമില്ല കാണില്ലേ, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളത്. എന്ത് വിഷമങ്ങളും ദുരനുഭവങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വന്നാലും നമ്മളെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്ത ഒരു മന്ത്രിയുടെ കഥ നമുക്ക് കേൾക്കാം. ഒരു രാജാവും മന്ത്രിയും. മന്ത്രി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴും പറയേ ശ്രീരാമജയം, വരുന്നതെല്ലാം നല്ലതിന്. ഒരു ദിവസം ഈ രാജാവിൻ്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോഴത്തേക്കും മന്ത്രി അടുത്തുണ്ട്. മന്ത്രി വേഗം പറഞ്ഞു ശ്രീരാമജയം, വരുന്നതെല്ലാം നല്ലതിനെന്ന് പറഞ്ഞു. കാര്യം എന്നും വലിയ ഇഷ്ടമുള്ള ആളാണ് മന്ത്രി. ആ ദേഷ്യം പഠിച്ചു, വേഗം പറഞ്ഞു അയാളെ തുറുങ്കിലടയ്ക്കാൻ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ഇദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞു ശ്രീരാമജയം, വരുന്നതെല്ലാം നല്ലതിനെന്ന് പറഞ്ഞു. അന്നേരം ഈ രാജാവ് വെച്ച് ഇന്നെ വല്ല വട്ടുവാണോ ഇവന്? കാരണം ജയിലിൽ പോയി കിടക്കേണ്ട സമയത്തും പറയുക വരുന്നതെല്ലാം നല്ലതിനെന്ന്. എന്തായാലും അദ്ദേഹത്തെ ജയിലിലേക്ക് വിട്ടു. അന്ന് വൈകുന്നേരം രാജാവ് നായാട്ടിന് പോയി. കൂടെ ഭടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ഇദ്ദേഹം തന്നെയായി. ആ സമയത്ത് കുറച്ച് ആൾക്കാർ അവിടെ വന്നു. അവർ കാളി ഭക്തന്മാരാണ്. കാളിക്ക് അന്നൊരു നരബലി കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതിന് ഒരു നല്ല ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇവർ. അപ്പോഴാണിത് എല്ലാം കൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയിരിക്കുന്നു. വളരെ യോഗ്യനായിട്ടുള്ള ഒരാളെ. ഉടനെ തന്നെ എല്ലാവരും കൂടെ പിടിച്ച് രാജാവിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നു. വേഗം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് മഞ്ഞൾ വെള്ളമൊക്കെ ഇട്ട് കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഈ ബലി നടത്തുന്നയാൾ ശ്രദ്ധിച്ച്, അയ്യോ ഇങ്ങനെ കൈക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോഴെന്താ ഒരു മുറിവുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ശരീരത്തിനൊരു അംഗഭംഗമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ ഈ ബലി നടക്കില്ല. ഉടനെ തന്നെ ഇദ്ദേഹത്തെ തിരിച്ചു വിട്ടു. വേഗം തിരിച്ചു വന്ന് വേഗം മന്ത്രിയുടെ കൽത്തുറുക്കിൻ്റെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു താൻ പറഞ്ഞത് സത്യമായല്ലോടോ, എന്തായാലും എല്ലാം നല്ലതിന്. ആ മുറിവുണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോഴും ഇദ്ദേഹം വേഗം എന്നിട്ട് ഇദ്ദേഹത്തെ തുറന്നു വിട്ടു. അന്നേരം പറഞ്ഞു എല്ലാം തമ്പുരാനെ, എല്ലാം നല്ലതിന് തന്നെയാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനിവിടെ കിടന്നതും നല്ലതിന് തന്നെയാണെന്ന് പറഞ്ഞു. താൻ എന്തെന്നായി പറയണേ? ഒരു തെറ്റും ചെയ്യാത്ത താൻ ഇതിൻ്റെ അകത്ത് കിടന്നത് നല്ലതിനാണെന്നോ ശ്രീരാമജയമാണെന്നോ എന്താ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോഴെന്താ പറഞ്ഞതെന്നറിയോ? അതേ അന്ന് എന്നെ അകത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ കാണും. അപ്പോൾ അങ്ങയുടെ ദേഹത്തിന് ഇങ്ങനെയൊരു ഇതുണ്ട്, കൈക്കൊരു മുറിവ് പറ്റേ. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ കാണില്ല. അവിടെ കാളിക്ക് നരബലി എന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്.